ഏറ്റവും കരുത്താർന്ന ഹൈഡ്രജൻ എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. 1200 കുതിരശക്തിയുള്ള ഹൈഡ്രജൻ എഞ്ചിനാണ് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് സുസ്ഥിര ഗതാഗത മേഖലയിൽ രാജ്യം നടത്തിയിരിക്കുന്ന ഈ സുപ്രധാന മുന്നേറ്റത്തെക്കുറിച്ച് അറിയിച്ചത്. രാജ്യത്തെ റെയിൽവേ ഗതാഗത വ്യവസായ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന ഹൈഡ്രജൻ ഇന്ധനാധിഷ്ഠിത രംഗത്തെ ഈ സാങ്കേതിക മുന്നേറ്റം കാർബൺ ഉദ്വമനം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളുടെയും നിർണായക നേട്ടം കൂടിയാണ്. ആഗോളതലത്തിൽ ഇന്ന് നിലവിലുള്ള ഹൈഡ്രജൻ എഞ്ചിനുകളെ മറികടക്കുന്ന അതിശയകരമായ പവർ ഔട്ട്പുട്ടാണ് ഇന്ത്യയുടെ പുതിയ 1200 HP ഹൈഡ്രജൻ എഞ്ചിനെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച സുസ്ഥിര വികസനത്തിന് പ്രവാസികളുടെ സംഭാവന എന്ന സെമിനാറിൽ സംസാരിക്കവെയാണ് റെയിൽവേ മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോകത്ത് നിലവിൽ 4 രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരം ട്രെയിൻ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. അവർ ഇതുവരെ 500നും 600നും ഇടയിൽ കുതിരശക്തിയുള്ള എഞ്ചിനുകൾ വരെയേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. ഇത് ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടത്തിന്റെ വലിപ്പം എടുത്തു കാണിക്കുന്നു. ഇന്ത്യയെ കൂടാതെ ഇന്ന് ജർമ്മനി, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഹൈഡ്രജൻ എഞ്ചിനുകളുടെ തദ്ദേശീയ ഉൽപാദനം സാധ്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉയർന്ന പവറുള്ള പുതിയ ഹൈഡ്രജൻ ഇന്ധന എഞ്ചിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ എഞ്ചിന്റെ സിസ്റ്റം ഏകീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാങ്കേതിക മുന്നേറ്റം വിനിയോഗപ്പെടുത്തിയുള്ള ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിൻ സോനിപത് റെയിൽവേ റൂട്ടിൽ ഉടൻ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. റെയിൽവേ ഗതാഗത രംഗത്ത് എന്ന പോലെ നിരവധി മേഖലകളിൽ ഇന്ത്യ തദ്ദേശീയമായി കൈവരിച്ചിരിക്കുന്ന സാങ്കേതിക നേട്ടങ്ങൾ നിരവധിയാണ്. അവ വിനിയോഗപ്പെടുത്തി പുതിയ കാൽവെപ്പുകൾ നടത്താമെന്നതിനൊപ്പം നിലവിൽ പ്രചാരത്തിലുള്ള ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ എഞ്ചിൻ നിർമ്മാണം രാജ്യത്തിന് സാധ്യമായപ്പോൾ അവ ട്രെയിനുകളിൽ മാത്രമല്ല ട്രക്കുകളിലും ടഗ് ബോട്ടുകളിലും വിനിയോഗപ്പെടുത്താനുള്ള സാധ്യതകൾക്കും വഴി തുറക്കുകയാണ്. അങ്ങനെ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ വിവിധ ആപ്ലിക്കേഷനുകളിൽ മാറ്റം കൊണ്ടുവരുന്നതിന് ഉപയോഗപ്പെടുത്താമെന്നതിനൊപ്പം അനുബന്ധമായ മറ്റ് പൊതു സാങ്കേതിക സംവിധാനങ്ങൾക്കുള്ള അടിത്തറയായും അത് പരിണമിക്കും. അങ്ങനെ തദ്ദേശീയമായി ഉരുത്തിരിച്ചെടുക്കുന്ന പൊതു സാങ്കേതിക വിദ്യകൾ രാജ്യത്തെ വിവിധ രംഗങ്ങളിൽ നവീകരണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമായി തീരും. അതോടൊപ്പം വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. അത് മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ഊന്നൽ നൽകുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു. ഇതിനോടകം നിരവധി തദ്ദേശീയ നേട്ടങ്ങൾ രാജ്യം കൈപ്പിടിയിലാക്കിയിട്ടുണ്ടെങ്കിലും സാങ്കേതിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഇന്ത്യ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകേണ്ടതായുണ്ട്. മാത്രവുമല്ല തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും കൃത്യമായ മൂല്യം സൃഷ്ടിച്ച് ആഗോള മത്സര രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നതിനായി രാജ്യം മൂല്യശൃംഖലയുടെ ഭാഗമാകേണ്ടതുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. ഉയർന്ന പവറുള്ള ഹൈഡ്രജൻ എഞ്ചിന്റെ തദ്ദേശീയ വികസനം ഫലമണിഞ്ഞു എന്നത് സംബന്ധിച്ച് അറിയിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി താൻ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒഡീഷ സംസ്ഥാനത്ത് വരുവാനിരിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഒഡീഷയെ ഒരു പ്രധാന ഇൻഫർമേഷൻ ടെക്നോളജി ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുമായി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന 2 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. IT ഹബ് സംസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായി ഒഡീഷയിലെ യുവാക്കൾക്ക് കൃത്യമായ പരിശീലനം നൽകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാ MP കൂടിയായ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയ്ക്ക് 1 ലക്ഷം കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികൾ കേന്ദ്രം ഇതിനോടകം പ്രഖ്യാപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ അശ്വിനി വൈഷ്ണവ് ഈ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണെന്നും സംസ്ഥാനത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അങ്ങനെ ഉടനടി സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തയുടെ നിറം തേടി തനിനിറം.